കാനഡയിൽ താമസിക്കുന്ന പ്രവാസി മലയാളികൾക്കും തങ്ങളുടെ മാതാപിതാക്കളെ പെർമനന്റ് റെസിഡൻസി അഥവാ PR വഴി കാനഡയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസി കുടുംബാംഗങ്ങൾക്കും തികച്ചും നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാനഡ ഇമിഗ്രേഷൻ വകുപ്പായ IRCC പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം അഥവാ PGP സ്പോൺസർഷിപ്പിൽ വരുത്തിയ പുതിയ നയമാറ്റങ്ങളും അതിന്റെ പ്രായോഗിക വശങ്ങളും പ്രവാസി സമൂഹം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാനഡയിലെ സ്ഥിരതാമസക്കാരായ വിദേശികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെയും മുത്തശ്ശിയും രാജ്യത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് PR നൽകാനുമുള്ള ഏറ്റവും ജനപ്രിയമായ വഴിയായിരുന്നു PGP സ്പോൺസർഷിപ്പ്. എന്നാൽ നിലവിൽ കനേഡിയൻ സാമ്പത്തിക സാഹചര്യം, ഹൗസിംഗ് ക്രൈസിസ്, ഹെൽത്ത് കെയർ സംവിധാനത്തിലെ അമിതഭാരം എന്നിവ മുൻനിർത്തി രാജ്യത്തെ ആകെ ഇമിഗ്രേഷൻ സംഖ്യ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി IRCC ഈ സംവിധാനത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനനുസരിച്ച് പുതിയ PGP അപേക്ഷകൾ സ്വീകരിക്കുന്നതിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവരികയും നിലവിൽ അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നവരുടെ ബാക്ക്ലോഗുകൾ തീർക്കുന്നതിന് മുൻഗണന നൽകാനുമാണ് കനേഡിയൻ ഇമിഗ്രേഷൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നറുക്കെടുപ്പ് അഥവാ ലോട്ടറി സിസ്റ്റം വഴി മാത്രമാണ് PGP അപേക്ഷകൾ IRCC ക്ഷണിച്ചിരിക്കുന്നത്. 2020 സബ്മിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് സ്പോൺസർ ഫോമുകളിൽ നിന്നായിരുന്നു ഇതുവരെ അപേക്ഷകരെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ പുതിയ അപേക്ഷകർക്കായി പൂൾ തുറക്കുന്നത് താൽക്കാലികമായി നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ ആയിരക്കണക്കിന് പ്രവാസി മലയാളി കുടുംബാംഗങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും നീളും. ഈ നയമാറ്റം കനേഡിയൻ മലയാളി കുടുംബാംഗങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാനഡയിൽ ഉയർന്ന ജോലിയുള്ള തങ്ങളുടെ മാതാപിതാക്കളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സംരക്ഷിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികൾക്ക് പോലും PGP വഴി ഉടനടി PR നേടിയെടുക്കുക എന്നത് ഇനി എളുപ്പമാകില്ല. കാനഡയിലെ മിനിമം ഇൻകം ത്രഷോൾഡ് അഥവാ LICO മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുൻപത്തെ 3 വർഷത്തെ നോട്ടീസ് ഓഫ് അസസ്മെന്റ് ടാക്സ് രേഖകൾ സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന പല പ്രവാസികൾക്കും ഇത് വലിയ തിരിച്ചടിയാണ്. എങ്കിലും ഈ സാഹചര്യത്തിൽ കാനഡയിൽ താമസിക്കുന്ന പ്രവാസികൾ നിരാശരാകേണ്ടതില്ല. കാനഡ സർക്കാർ PGP സ്പോൺസർഷിപ്പിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും മാതാപിതാക്കളെ ഒപ്പം നിർത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി സൂപ്പർ വിസ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. PGP വഴി PR ലഭിക്കുന്നതിന് 5-6 വർഷത്തെ കാത്തിരിപ്പ് ആവശ്യമായി വരുമ്പോൾ സൂപ്പർ വിസ വഴി മാതാപിതാക്കൾക്ക് വളരെ വേഗത്തിൽ കാനഡയിൽ എത്താൻ സാധിക്കും. സൂപ്പർ വിസയുടെ പുതുക്കിയ നിബന്ധനകൾ പ്രകാരം ഒരൊറ്റ എൻട്രിയിൽ 5 വർഷം വരെ മാതാപിതാക്കൾക്ക് കാനഡയിൽ തുടർച്ചയായി താമസിക്കാൻ അനുമതി ലഭിക്കും. ഇത് 10 വർഷത്തെ കാലാവധിക്കുള്ളിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയായിട്ടാണ് അനുവദിക്കുന്നത്. കൂടാതെ ആവശ്യമെങ്കിൽ 2 വർഷത്തേക്ക് കൂടി കാനഡയിൽ വെച്ച് തന്നെ ഇൻസൈഡ് കാനഡ ആപ്ലിക്കേഷൻ വഴി വിസ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അതായത് PR ലഭിക്കുന്നത് വരെയുള്ള കാലയളവിൽ മാതാപിതാക്കളെ സ്വന്തം വീട്ടിൽ കൂടെ താമസിപ്പിക്കാൻ ഏറ്റവും പ്രായോഗികമായ ബദൽ മാർഗം സൂപ്പർ വിസ തന്നെയാണെന്ന് പറയാം. എന്നാൽ സൂപ്പർ വിസ വഴി മാതാപിതാക്കളെ കൊണ്ടുവരുമ്പോൾ പ്രവാസി മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സാമ്പത്തിക നിയമവശങ്ങളുണ്ട്. ഒന്നാമതായി, സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് കാനഡയിൽ ആവശ്യത്തിന് വാർഷിക വരുമാനം ഉണ്ടായിരിക്കണം. കുടുംബത്തിലെ ആകെ അംഗങ്ങളുടെ എണ്ണം കണക്കിലാക്കി IRCC നിഷ്കർഷിക്കുന്ന മിനിമം ഇൻകം ത്രഷോൾഡ് പൂർണ്ണമായും പാലിക്കേണ്ടതുണ്ട്. ഇതിനായി പ്രവിശ്യ ടാക്സ് റിട്ടേൺ രേഖകൾ കൃത്യമായി സമർപ്പിക്കണം. രണ്ടാമതായി, ഏറ്റവും നിർണായകമായ കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. കാനഡയിലെ അംഗീകൃത ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ IRCC അംഗീകരിച്ച വിദേശ ഇൻഷുറൻസ് ഏജൻസികളിൽ നിന്നോ ഉള്ള കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിർബന്ധമായും എടുത്തിരിക്കണം. കാനഡയിലെ ആരോഗ്യ പരിരക്ഷാ ചെലവുകൾ വളരെ ഉയർന്നതിനാൽ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതെ മാതാപിതാക്കളെ കൊണ്ടുവരുന്നത് വലിയ സാമ്പത്തിക റിസ്ക് ഉണ്ടാക്കും. കാനഡ ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ പ്രവാസി മലയാളികൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. വരും വർഷങ്ങളിൽ PR ടാർഗറ്റുകൾ കാനഡ വെട്ടിക്കുറയ്ക്കുമ്പോൾ വൈദഗ്ധ്യമുള്ള യുവ പ്രൊഫഷണലുകൾക്കും കാനഡയിലെ ലേബർ മാർക്കറ്റിന് ആവശ്യമായ തൊഴിൽ മേഖലകൾക്കുമായിരിക്കും ഇമിഗ്രേഷൻ മുൻഗണന നൽകുന്നത്. അതിനാൽ മാതാപിതാക്കളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ ടാക്സ് രേഖകളും ആവശ്യമായ ഇൻകം പ്രൂഫുകളും മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത് ഭാവിയിലെ PGP അപേക്ഷകൾ തുറക്കുമ്പോൾ വേഗത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കൃത്യമായ പ്ലാനിങ്ങോടെ സൂപ്പർ വിസ പോലുള്ള ബദൽ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാതാപിതാക്കളെ സുരക്ഷിതമായി കാനഡയിൽ ഒപ്പം താമസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാനഡ, US, UK ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഇത്തരം നിർണായകമായ മാറ്റങ്ങളും പ്രവാസി സാമ്പത്തിക വാർത്തകളും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.